ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ ഗുരു പ്രണാമം. ഓം അജ്ഞാനാതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതാംശ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനെ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി വാച്യാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा. അപ്പൊ ഇന്ന് 17-ാമത്തെ അധ്യായം. അർജുന ഉവാച. ശ്ലോകം 1. യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തെ ശ്രദ്ധയാന്വിതാ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമ. അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വ രജോ സ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? ശ്രീ ഭഗവാനുവാച. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. ശ്രീ ഭഗവാൻ പറയാണ്, ശരീരസ്ഥനായിട്ടുള്ള ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിന്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു. ഇതേപ്പറ്റി കേൾക്കുക. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അപ്പോൾ ശാസ്ത്രത്തിന്റെ വിധി അനുസരിച്ചല്ലാതെ സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് ഒരാൾ ആരാധന എല്ലാം ചെയ്യുമ്പോൾ അത് അവരുടെ എന്തായിരിക്കും? അതൊന്നും പിന്തുടരാതെ സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സപ്തരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? അപ്പോൾ ഭഗവാൻ പറയാണ്, ആ ശരീരസ്ഥനായിട്ടുള്ള ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾ, അതായത് പൂർവമായിട്ട് സഞ്ചയിച്ചിട്ടുള്ള ആ ഗുണങ്ങളുടെ വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളും ആരാധനാ രീതികളും വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ സാത്വികമായിട്ടുള്ള ബുദ്ധി ആയിരിക്കും, അല്ലെങ്കിൽ രാജസികമോ താമസികമോ ഒക്കെ ആയിത്തീരുന്നു.
തത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സ. വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് അല്ലയോ ഭരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പൂർവസഞ്ചിതമായിട്ടുള്ള ആ പുണ്യം ഉണ്ടാകും, ചിലപ്പോൾ പാപം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുമാതിരി സത്വഗുണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ രജസ്തമോ ഗുണങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം പൂർവസഞ്ചിതമാണ്. ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഒരാളുടെ ആരാധന അയാൾ തന്നെ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ആരാധനാ രീതികളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ വാസനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആ വിശ്വാസവും രീതിയും എല്ലാം തന്നെ പിന്നെയും പിന്തുടർന്ന് വരുന്നു. അപ്പൊ അവര് സത്വഗുണ പ്രധാനിയാണെങ്കിൽ അവർക്ക് താല്പര്യം സത്വ ഗുണത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനവും, അതല്ല രജസ്തമോ ഗുണ രീതിയിലുള്ള ആരാധന രീതിയാണ് അവർക്കുള്ളത് എങ്കിൽ, അത്തരത്തിലുള്ള വാസനയാണ് അവർക്ക് ഉള്ളത് എങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു ആരാധനാ രീതി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ എല്ലാം തന്നെ ആരാധന മാത്രമല്ല, എല്ലാ പ്രവൃത്തിയും എല്ലാം തന്നെ ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് അവർ അതിലേക്ക് ആകൃഷ്ടരായി അതിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ആ ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയപ്പെടുന്നു. യജന്തേ സാത്വിക ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാശാന്യ യജന്തേ താമസ ജന. അപ്പോൾ നമുക്ക് ഇപ്പോഴും ശ്രദ്ധിച്ചാല് ആ സമൂഹത്തില് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കാണും എങ്ങനെ സാത്വികരായിട്ടുള്ള ജനങ്ങൾ ദേവന്മാരെയും സാത്വികരായിട്ടുള്ള ജനങ്ങൾ ദേവന്മാരെയും രജസ്വഭാവികൾ, അതായത് അത്തരത്തിലുള്ളവർ അസുരന്മാരും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. അപ്പോൾ ഇപ്പോഴും സമൂഹത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവർ ആ പൂർവ്വസഞ്ചിതമായിട്ടുള്ള ആ വാസനയുടെ ബലത്താൽ ആ സാത്വിക ബുദ്ധിയുള്ള ആളുകൾ അത്തരത്തിലുള്ള സാത്വികമായിട്ടുള്ള ആരാധനാ രീതിയിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതല്ല രജോ ഗുണ സ്വഭാവികളാണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് മത്സ്യ മാംസാദി നിവേദ്യങ്ങളോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ഒരു ആരാധനാ രീതി രജോ ഗുണ സ്വഭാവികൾ പിന്തുടരുന്നതായിട്ട് കാണാം. തമോ ഗുണ പ്രധാനികൾ അത്തരത്തിലുള്ള ഭൂത പ്രേത പിശാചാദികളെയെല്ലാം ആരാധിക്കുന്ന ഒരു രീതി, അവർക്ക് ആ രീതിയാണ് താല്പര്യം. അങ്ങനെ അവർ ആ രീതിയിൽ വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആ സമൂഹത്തില് കാണാം നമ്മള് പൂർവ അവരുടെ കുലത്തില് ആ രീതിയാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞും കൊണ്ട് ഉള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ഇന്ന ഇന്ന മൂർത്തികളെ ആരാധിച്ചിരുന്നു, നമ്മളും ഇനി വരുന്ന തലമുറയും ആ രീതി തന്നെ പിന്തുടരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോ കുലാചാരം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലെല്ലാം പിന്തുടരുന്നതായിട്ട് കാണാം. പക്ഷെ ചിലർക്ക് അവരുടെ വാസന ബലത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ആ ഒരു കുലത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും അതേ ഒരു വാസന ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് സാത്വിക ബുദ്ധിയാണെങ്കിൽ അവർ അത്തരത്തിലുള്ള ആ കൗളാചാരം വാമാചാരം പോലെയുള്ള അത്തരത്തിലുള്ള ആചാരങ്ങളെ അവർക്ക് പിന്തുടരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. അവർക്ക് സാത്വിക ഗുണമോ അല്ലെങ്കിൽ ശുദ്ധ സാത്വിക ഗുണമോ ആയിട്ടുള്ള പ്രവർത്തികളിലാണ് അവർക്ക് താല്പര്യം. അതിനനുസരിച്ചുള്ള ശാസ്ത്രങ്ങളും എല്ലാം അവർ വായിച്ചിട്ട് അത്തരത്തിലുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ആ സാത്വിക അല്ലെങ്കിൽ ശുദ്ധ സാത്വിക ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആരാധനാ രീതികളിൽ മുഴുകുന്നു. അതിന് എന്താ പിന്തുടർച്ച ഒന്നും
അതില് പ്രാധാന്യമല്ല, നമ്മളുടെ പൂർവ്വസഞ്ചിതമായിട്ടുള്ള വാസനാ ബലത്തിലാണ് ഓരോരുത്തരുടെയും ആരാധനാ രീതി. അപ്പൊ നമ്മളുടെ തൊട്ട് താഴെയുള്ള മാതാപിതാക്കൾ അനുവർത്തിച്ചിരിക്കുന്ന ആരാധന രീതി തന്നെ നമ്മളും പിന്തുടരണം എന്ന് ശാഠ്യം പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്തെന്നാൽ ചിലപ്പോൾ അവര് എന്താ സാത്വിക അല്ലെങ്കിൽ ശുദ്ധ സാത്വിക ആരാധന രീതി പിന്തുടരുന്നു, ചിലപ്പോൾ അവര് അതേ രീതി തന്നെ, അതായത് അവര് അനുവർത്തിച്ചു പോരുന്ന അതേ രീതി പിന്തുടരുന്നു, ചിലപ്പോൾ അവർ അതിനും താഴെയുള്ള അവരുടെ വാസനാ ബലമനുസരിച്ച് തമോ ഗുണമായിട്ടുള്ള രീതികളെല്ലാം പിന്തുടരുന്നു. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജന ദംഭാഹങ്കാര സംയുക്ത കാമരാഘവി ബലാന്യുത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ശൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചിട്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള മൂഢബുദ്ധികൾ ഏർപ്പെടുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹം, ആസക്തി എന്നിവയുടെ ബലത്താൽ അതിൽ പ്രേരിതരായിട്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിവർത്തിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് അഹംഭാവത്തോടുകൂടി പല ദ്രോഹബുദ്ധികളെല്ലാം ശരീരത്തില് അതായത് രാവണൻ ഉദാഹരണമായിട്ട്, രാവണൻ തൻ്റെ കാമം, ആസക്തി, ഭൗതികത, ഇത് ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സ്വശരീരം തന്നെ ബലിയർപ്പിച്ചിട്ട്, ഹോമാഗ്നിയിൽ ബലിയർപ്പിച്ചിട്ട് എന്താ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള അധമ ശാസ്ത്രങ്ങളെ പിൻപറ്റിയിട്ട് പലതരത്തിലുള്ള യാഗങ്ങൾ, യജ്ഞങ്ങളെല്ലാം നടത്തിയിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ശൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. അപ്പോൾ മനുഷ്യന്മാർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇവയുടെ വ്യത്യാസങ്ങൾ കേട്ടുകൊള്ളുക. അപ്പോൾ നമ്മളുടെ ആരാധന മാത്രമല്ല ഉള്ളത്, മറിച്ച് നമ്മളുടെ കർമ്മം, അതായത് കർമ്മം, അതേപോലെ തന്നെ പല വിധത്തിലുള്ള യജ്ഞങ്ങൾ, അതുമാതിരി തപസ്, ദാനം, ഇത്തരത്തിലുള്ള എല്ലാ പ്രക്രിയകളിലും ഇത്തരത്തിലുള്ള എന്തുണ്ടാവും, അതനുസരിച്ച്, അതായത് നമ്മളുടെ പൂർവജന്മകൃതമായിട്ടുള്ള വാസനയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടുക. അപ്പോൾ 10-15 പേര് എടുത്തു കഴിഞ്ഞാൽ, ഒരു സെക്ടറിൽ 10-20 പേരെടുത്തു കഴിഞ്ഞാല് അവർക്ക് എല്ലാവരും ഒരേ രീതിയിലായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവര് പല രീതിയിലും പലതരത്തിലുള്ള പ്രവർത്തികളും പല ആരാധനാ രീതികളും പിന്തുടരുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി, യജ്ഞം, തപസ്, ദാനം, ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അത് എന്തുകൊണ്ടാണ്? പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ശാസ്ത്രവിഹിതങ്ങളല്ലാത്ത സ്വയം കൃതങ്ങളായിട്ട് കടുത്ത ദ്രോഹങ്ങളെല്ലാം ആചരിച്ചും കൊണ്ട് പല വിധത്തിലുള്ള തപോവ്രതങ്ങളൊക്കെ ആചരിച്ച്
ഒരു ലക്ഷ്യം കിട്ടുവാൻ വേണ്ടിയിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നത് ഒരു ഉദാഹരണമാണ്. അതൊന്നും ശാസ്ത്ര നിർദ്ദിഷ്ടമല്ല. ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മള് എല്ലാ തരത്തിലുള്ള പ്രവർത്തികളും ചെയ്യുന്നത്. അതല്ലാതെ രാഷ്ട്രീയമോ സാമൂഹികവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയല്ല. മതഗ്രന്ഥങ്ങൾ ഉപവാസം നിർദ്ദേശിച്ചിട്ടുള്ളത് അവനവന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ആ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ആ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപവാസാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അയാൾ തികച്ചും അസുര സ്വഭാവികൾ തന്നെയാണ് എന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. വേദപ്രമാണങ്ങൾക്കെതിരെയായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഗുണകരം അല്ലാതെ തന്നെ മിഥ്യാഹങ്കാരം കൊണ്ടും കാമം കൊണ്ടും ദുരഭിമാനം കൊണ്ടും ആ ഭൗതിക ഭോഗങ്ങൾക്കുള്ള അത്യാസക്തി കൊണ്ടുമാണ് വാസ്തവത്തിൽ അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ശരീര നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ഭൗതിക മൂലങ്ങളുടെ ഘടനയെ തകരാറിലാക്കുന്നത് കൂടാതെ അന്തസ്ഥിതമായിട്ടുള്ള ആ പരമപുരുഷനെയും അത് ബാധിക്കുന്നു. ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും യജ്ഞം, ദാനം, തപസ് എന്നിവയാലും വ്യത്യാസമുണ്ടാകും. അത് ഒരേ തരത്തിലാവില്ല. ഇവയുടെ സ്ഥിതി ഏതു ഗുണം മുൻനിൽക്കുന്നവരിലാണ് ഇന്ന വിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്ത് അറിയുന്നതാണ് ശരിക്കും ബുദ്ധിമാനായിട്ടുള്ള ഒരാളുടെ ലക്ഷണം. അപ്പോൾ അവനവനെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പ്രവൃത്തി എങ്ങനെയാണ്, യജ്ഞങ്ങൾ എങ്ങനെയാണ്, തപസ്, ദാനം ഇങ്ങനെയാണ്. അതുമാതിരി നമ്മുടെ ചുറ്റുപാടുമുള്ള ആ സമൂഹത്തിലെ ഓരോരുത്തരുടെയും പ്രവൃത്തി ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് നമുക്ക് വിശകലനം ചെയ്തിട്ട് അവരെ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാം തന്നെ ആ വിവേചിച്ചറിയാനുള്ള ഒരു ശേഷി നമ്മൾക്ക് ഈ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ കൈവരുന്നു. അപ്പോൾ അതാണ് ശരിക്കും ബുദ്ധിമാൻ. എല്ലാത്തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ വിധമാണെന്ന് കരുതുന്നവൻ വിവേകികളല്ല, മറിച്ച് മൂഢരാണ്. അപ്പോൾ എല്ലാവരും ഒരേ രീതി പിന്തുടരുന്ന ആളുകളാണ് എന്ന് കരുതാൻ വയ്യ. ചില പ്രവർത്തകർ ഉപദേശിക്കാറുണ്ട്, ആർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്നും പരിപൂർണതയിലെത്താൻ യാതൊരു വിഘ്നം ഉണ്ടാകില്ലെന്നും. വേദനിർദ്ദേശം അനുസരിച്ചല്ല ഈ വിഡ്ഢികളായിട്ടുള്ള വഴികാട്ടിയുടെ പ്രവർത്തനം. അപ്പോൾ എല്ലാം വേദവിഹിതങ്ങൾ, അതായത് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യജ്ഞവും ദാനവും തപസ്സും കർമ്മങ്ങളും എല്ലാം ചെയ്യേണ്ടുന്നത്. പക്ഷെ എല്ലാവരും അതിന് അനുസരിക്കുന്നതില്ല, മറിച്ച് അവര് ആ പൂർവസഞ്ചിതമായിട്ടുള്ള ആ എന്താ അവരുടെ സ്വഭാവം, അത് സാത്വികമോ അഥവാ രാജസിക താമസികമോ എല്ലാം ആയിരിക്കാം. അപ്പോൾ സാത്വിക ബുദ്ധികളാണെങ്കിൽ പിന്നെയും അവര് ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പിന്നെയും അനുസരിച്ച് അവരവരുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നു. മറ്റവരാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരവരുടെ സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് യജ്ഞദാന തപകർമ്മങ്ങൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ വ്യാജശാസ്ത്രങ്ങൾ, അവരുടെ ആ ഗുണത്തിന് അനുഗുണമായിട്ടുള്ള ആ വ്യാജശാസ്ത്രങ്ങളെല്ലാം പിൻപറ്റിക്കൊണ്ട് അവരത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ദീർഘായുസ്സും നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായിട്ടുള്ള ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. അപ്പോൾ ആ സാത്വിക സ്വഭാവികൾക്ക് താല്പര്യമുള്ള
രീതി ഭഗവാൻ പറയുന്നതാണ്. ആഹാരത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ബലം നൽകുന്നതും ആരോഗ്യവും സന്തുഷ്ടിയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ഒക്കെ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഇത്തരത്തിലുള്ള ആഹാര രീതിയാണ് സാത്വിക സ്വഭാവികൾക്ക് താല്പര്യം. കട്ടൊമ്ലലവണാത്യുഷ്ണ തീഷ്ണരൂഷ്മവിദാഹിന ആഹാരാരാജസസ്യേഷ്ട ദുഃഖശോകമയപ്രദ. കയ്പ്, പുളിപ്പ്, ഉപ്പ് രസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗത്തിനും വഴിവെക്കുന്നതാണ്. യാതയാമംഗതരസം ഹൃദി പരീക്ഷിതം ചെയ്യത് ഉച്ഛിഷ്ടമഭിചാമേദ്യം ഭോജനം താമസപ്രിയം. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദു നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്തിട്ട് 3 മണിക്കൂറിന് ശേഷമുള്ളത് എന്താണോ അത് ഒരിക്കലും ഭക്ഷിക്കരുത്. പക്ഷെ ആ ഭഗവത് പ്രസാദത്തിന് ഈ ഒരു നിബന്ധനയിൽ നിന്ന് ഇല്ല. അതായത് ഭഗവാന് കൊടുത്തിട്ടുള്ള ആ പ്രസാദം, ആ നിവേദ്യം, അതിന്റെ ആ പ്രസാദത്തിന് ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള നിബന്ധന ഇല്ല. അതല്ലാതെ നമ്മൾ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ 3 മണിക്കൂറിന് ശേഷമുള്ള ആ ഭക്ഷണം എന്താണ്, അത് താമസികമാണ്. സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അഫലാകാംക്ഷിഭിർയജ്ഞോ വിധിദിഷ്ടോദയ ഇജ്യതേ യഷ്ടവ്യമേതി മനസ്സമാധായ സാത്വിക. യജ്ഞങ്ങളിൽ വെച്ച് ഫലോദ്ദേശമില്ലാതെയും സശ്രദ്ധമായും വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കുന്ന യജ്ഞമത്രേ സാത്വികം. അപ്പോൾ ആ യജ്ഞങ്ങളിൽ വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള ആ യജ്ഞങ്ങളും ആ പരമപുരുഷന് ആഹൂതി ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ആ ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള ആ തരത്തിലുള്ള തത്വങ്ങളുടെ പിൻബലത്തോടു കൂടിയിട്ട് ആ ഫലോദ്ദേശമില്ലാതെയും ശ്രദ്ധയോടു കൂടിയിട്ടും വേദവിധി പ്രകാരവും, അതായത് ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള ആ തരത്തിലുള്ള യജ്ഞങ്ങൾ കർത്തവ്യബോധത്തോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള യജ്ഞം സാത്വികമായിട്ട് മാറുന്നത്. അഭിസന്ധായതു ഫലം ദമ്ഭാർത്ഥമപി ചൈവയത് ഇജ്ജതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ ഗർവ് കാട്ടാനായോ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസമാണെന്ന് അറിയുക, അല്ലയോ ഭരതശ്രേഷ്ഠ. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള ആ പ്രയോജനത്തിന് വേണ്ടിയിട്ട്, ആ ഗർവ് കാട്ടുന്നതിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം, അതായത് ആ പലതരത്തിലുള്ള യജ്ഞാദി പൂജകൾ, ആ പലതരത്തിലുള്ള കർമ്മങ്ങൾ എല്ലാം തന്നെ രജോ ഗുണികൾ അവരവരുടെ സ്വന്തം ഭൗതികമായിട്ടുള്ള നേട്ടത്തിനും മറ്റുള്ളവരെ അവരുടെ ഗർവ് കാണിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള യജ്ഞം രാജസമാണെന്നറിയുക, അല്ലയോ ഭരതശ്രേഷ്ഠ. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വേദോക്ത വിധികൾ അനുസരിക്കാതെയും പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണത്തിലുള്ളതാണ്. അതായത് അവനവന്റെ ഭാവനയ്ക്കനുസരിച്ചും ആ ശരിയായിട്ടുള്ള ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാതെയും, അതായത് ശരിയായിട്ടുള്ള വിധിവിഹിതമായിട്ടുള്ള വേദയജ്ഞാദികൾ ചെയ്യാതെ, വേദോക്ത വിധികളൊന്നും അനുസരിക്കാതെ ഉള്ള യജ്ഞം, അതായത് അതിൻ്റെതായിട്ടുള്ള പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, ദക്ഷിണ, ഇതൊന്നും കൂടാതെ വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണത്തില് ഉള്ളതാണ്. ദേവദ്വിജ ഗുരു പ്രാജ്ഞാ പൂജനം ശൗചമാർജവം
ബ്രഹ്മചര്യം അഹിംസ ച ശാരീരം തപ ഉച്യതേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തിയും ഏതു തരത്തിൽപ്പെട്ടതാണെന്ന് ഭഗവാൻ പറയുകയാണ്. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മികാചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ. അപ്പോൾ ആ ഭഗവാനെ തന്നെയും അതിനുശേഷം ആ ഭഗവാനെ യജിക്കുന്നവർ, അതായത് അവരെ ഉപാസിക്കുന്ന ബ്രാഹ്മണർ ആരാണോ അത്തരത്തിലുള്ളവർ, ആധ്യാത്മിക ആചാര്യന്മാർ, ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാർ, അതുപോലെ മാതാപിതാക്കൾ, അവരവരുടെ സ്വന്തം മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, അവരെ അതായത് ബഹുമാനിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, അതായത് ബാഹ്യ ആഭ്യന്തര ശുദ്ധി, അതുമാതിരി ലാളിത്യത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റം, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അവിഹിത ലൈംഗിക വൃത്തികളോടുള്ള വിരക്തി, അഹിംസ, മറ്റുള്ള ജീവജാലങ്ങളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന ആ രീതി, ഇത് ആണ് അഹിംസയിൽപ്പെടുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കുന്ന അഹിംസ, ഇതെല്ലാം തന്നെ ആ ശാരീരികമായിട്ടുള്ള തപസ് എന്ന് പറയുന്നു. ദേഹശുദ്ധി എന്ന് പറഞ്ഞാല് നമ്മളുടെ ബാഹ്യ ആഭ്യന്തര ശുദ്ധിയും, ദേഹശുദ്ധി നേരം ദേഹം ശുദ്ധിയാക്കുകയും അതോടൊപ്പം മനഃശുദ്ധിയും, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ, ഇതെല്ലാം തന്നെ ശാരീരിക തപസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ രീതി ചിലവർക്ക് കാണാൻ സാധിക്കും, ചില സാത്വിക ബുദ്ധികൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാവരിൽ നിന്നും ഇത്തരത്തിലുള്ള ആ സ്വഭാവം പ്രതീക്ഷിക്കരുത്. അനിദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. അപ്പോൾ ആ വാക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ എന്താണ് കണ്ടത്? സാത്വികമായിട്ടുള്ള യജ്ഞങ്ങൾ, അതെല്ലാം സാത്വികമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നോക്കിയിട്ട്, നമ്മളുടെ പ്രവർത്തനം നോക്കിയിട്ട് നമ്മളെ ആളുകൾ എങ്ങനെയുള്ളതാണ്, സാത്വിക ബുദ്ധിയാണോ രജോ തമോ ബുദ്ധിയാണോ എന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നു. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നോക്കിയിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, സെൽഫ് ചെക്കിങ്, നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ സമൂഹത്തിലുള്ളവരെ മനസ്സിലാക്കാനും അതുകൊണ്ട് സാധിക്കുന്നു. സത്യമായിട്ടുള്ള വാക്കുകൾ പറയുക പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ടാക്കുന്നതും. അപ്പൊ ഈ വർത്തമാനം പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായിരിക്കണം. അത്തരത്തിലുള്ള സത്യമായിട്ടുള്ള വാക്കുകൾ കേൾക്കുന്നവർക്ക് ഉദ്യോഗം ഉണ്ടാക്കാവുന്നതും, അതായത് സസ്പെൻസ്, മറ്റ് വിഷമങ്ങൾ, ഇതൊന്നും ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ആ ഹിതകരമായിട്ടുള്ള സംഭാഷണം, അതാണ് ഹിതകരം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഹിതകരം ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു സംഭാഷണം. അതായിരിക്കും സാത്വിക ബുദ്ധികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ആ പതിവായിട്ടുള്ള വേദമന്ത്രോച്ചാരണം, അതാണ് വാഗ്മയ തപസ്. അതായത് ശാസ്ത്ര നിർദ്ദിഷ്ടമായിട്ടുള്ള സ്വാധ്യായം, അതായത് ഭഗവത്ഗീത, ഭാഗവതം മുതലായുള്ള ശ്രവണം, ഉച്ചാരണം, ഇതെല്ലാം തന്നെ ആ വാഗ്മയ തപസ്സിൽ ഉൾപ്പെടുന്നു. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരത്യേതത് തപോമാനസമുച്യതേ. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായിട്ടുള്ള തപസ്സിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വളരെ സംതൃപ്തിയും, ഏതൊരവസ്ഥയിലും ആ സമചിത്തതയോടുകൂടിയിട്ട് സംതൃപ്തിയോടുകൂടിയിട്ട് ജീവിക്കുന്നവനും, ആ സൗമ്യമായിട്ടുള്ള സംഭാഷണ രീതിയും, മൗനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ വ്യതിചലിച്ച് മൗനത്തിൽ ഏർപ്പെടുന്നവനും, ആത്മസംയമനം, ഏതൊരവസ്ഥയിലും ആ സംയമനം പാലിക്കുവാൻ ശേഷിയുള്ളവനും, ആ ശുദ്ധിയും, ഇതെല്ലാം തന്നെ ആ മാനസികമായിട്ടുള്ള തപസ്സിൽ പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ മാനസികമായിട്ടുള്ള ഇത്തരത്തിലുള്ള
എന്താണ് മാനസികമായിട്ടുള്ള ആ തപസ്, അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ആ മഹാമന്ത്രം ഭഗവാനെ തന്നെ ആശ്രയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങളെല്ലാം നമ്മളിൽ വന്ന് ചേരുന്നത്. ശ്രദ്ധയാ പറയോ തത്വം തപസ്സ ത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. ഈ 3 വിധം തപസ് ഏതൊക്കെയാണ്? ഏത് തപസ്സുകളൊക്കെയാണ്? ശാരീരിക തപസ്, മാനസിക തപസ്, ആ, പിന്നെ വാങ്മയ വാങ്മയ തപസ്. വാങ്മയ തപസ്. അങ്ങനെ 3 തപസ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ശാരീരിക തപസ്, വാങ്മയ തപസ്, മാനസിക തപസ്. സത്കാരമാന പൂജാർത്ഥം തപോദമ്പേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ബഹുമതിയും ആരാധനയോ നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. അത് ക്ഷണികവും അനിശ്ചിതവുമാണ്. അപ്പോൾ നമ്മള് ഈ സമൂഹത്തില് നമുക്ക് കാണുവാൻ സാധിക്കും പലതരത്തിലുള്ള ബഹുമതികൾ അവനവന് തന്നെ മറ്റുള്ളവരിൽ നിന്ന്, അതായത് മറ്റ് മനുഷ്യരിൽ നിന്നുള്ള ബഹുമതിക്ക് അവരുടെ ആദരവിന് പാത്രമാകാനും അവരുടെ ആരാധന നേടാനും എന്താണ് അത്തരത്തിലുള്ള ആരാധന, അതായത് ഭൗതികമായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ബഹുമാനവും ആരാധനയും നേടുവാനും അഹങ്കാരം കൊണ്ട് ചെയ്യപ്പെടുന്ന തപസ് രാജസികമാണ്. അത് ക്ഷണികവും അനിശ്ചിതവും ആണ്. അപ്പോൾ ഇത് വിധിവിഹിതമല്ല, മറിച്ച് അത് രാജസികമാണ്. എന്തുകൊണ്ടാണ്? എല്ലാ തരത്തിലുള്ള ആരാധനയും തപസ്സും അതിന്റെ എല്ലാം ഭോക്താവ് ഭഗവാനാണ് എന്ന് മുമ്പ് ഉള്ള അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ അത്തരത്തില് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ആ എന്താണ് ഭൗതികമായിട്ടുള്ള ഭൂമിയിലിരിക്കുന്ന ആ മനുഷ്യന്മാരുടെ ബഹുമതിക്കും ആരാധനയ്ക്കും അവരുടെ ആരാധനയും ബഹുമതിയും നേടാനാണ്. അല്ലാതെ ആ ഭഗവത് പ്രീതിക്കല്ല രീതിയിലുള്ള ആ തപസ്. അതെല്ലാം തന്നെ രാജസികമായിട്ടുള്ള ഇതാണ്. അത് ക്ഷണികവും അനിശ്ചിതവുമാണ്. എന്തെന്നാൽ ആ മനുഷ്യർ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ ബഹുമാനിച്ച് ഇരിക്കണമെന്നില്ല. അതുപോലെ തന്നെ അവരുടെ കാര്യം തന്നെ ഇപ്പോഴും ഒരാൾക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ആരാധനയ്ക്ക്, അതായത് അവരോട് ആരാധന തോന്നുകയും ഇല്ല. അത് പരിണാമ വിധേയമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് വ്യക്തമാണ് എന്ന് മനസ്സിലാക്കണം. അത് ക്ഷണികവും അനിശ്ചിതവുമാണെന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ശരിയാവണ്ണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ചിട്ട്, ഭഗവത് പ്രീതിക്കനുസരിച്ചിട്ടാണ് എല്ലാ തരത്തിലുള്ള തപസ്സും കർമ്മങ്ങളും ആരാധനയും എല്ലാം തന്നെ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റ് മനുഷ്യന്മാരുടെ പ്രീതിക്കോ ആരാധനയ്ക്കോ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്ന് പറയുന്നു. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണപ്രധാനമാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്താണ് അവർ ആരാധനകളെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനും പരിക്കേൽപ്പിക്കാനും അത്തരത്തിലുള്ള തമോ ഗുണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനാണ് അവരത്തരത്തിലുള്ള എന്താണ് തപസ് അതിലെല്ലാം മുഴുകുന്നത്. അത്തരത്തിലുള്ള തപസ് തമോ ഗുണ പ്രധാനമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തമോ ഗുണ പ്രധാനമായിട്ട് വരുന്നു. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. കർത്തവ്യമെന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യുന്ന ദാനം സാത്വികമാണ്. അപ്പോൾ നമ്മളൊരു ദാനം ഒരാൾക്ക് കൊടുക്കുന്നത്
ദേശവും കാലവും പാത്രങ്ങൾ എല്ലാം തന്നെ ഉചിതമാണോ എന്ന് വളരെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ദാനം ചെയ്യുന്നത്. അല്ലാത്ത ദാനമെന്നും സാത്വികമായിട്ട് ഉള്ളതല്ല, മറിച്ച് അത് രാജസികവും താമസികവും ആയിപ്പോകും. അപ്പോൾ അവരിൽ നിന്ന് ഒരു പ്രതിഫലേച്ഛ, ഒരു ആദരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാത്വികമല്ല. അതുപോലെ നമ്മൾ കർത്തവ്യബോധത്തോടു കൂടിയിട്ടും, അപ്പൊ അതായത് നമ്മൾ അവർക്ക് ദാനം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് വേണം. അതുപോലെ തന്നെ പ്രതിഫലേച്ഛ കൂടാതെ വേണം, ഉചിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട്, അതായത് സമയം, കാലം, പാത്രം, അതായത് അത് വാങ്ങുന്ന ആൾ അത് അർഹിക്കപ്പെടുന്ന ആ വ്യക്തി തന്നെയാണോ, ഇതെല്ലാം നോക്കി വേണം എന്താണ് ദാനം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള കർമ്മഫലം, അതായത് പുണ്യം നമ്മൾക്ക് ലഭിക്കുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊന്നും എഗെയിൻസ്റ്റ്, അതായത് പ്രതികൂലമാണെങ്കിൽ അത്തരത്തിലുള്ള ദാനം ചെയ്യുന്നത് കൊണ്ട് ഈ ദാതാവിന് യാതൊരു പുണ്യങ്ങളും നേടാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ദാനം ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിയാവണ്ണം. ഇത്തരം ദേശങ്ങളും കാലം, പാത്രം ഇതെല്ലാം നോക്കിയിട്ട് ഒരാൾക്ക് ദാനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരതിനർഹിക്കുന്ന വ്യക്തിയാണോ, അത് അർഹിക്കുന്ന സമയമാണോ എന്നുള്ളതെല്ലാം തന്നെ വളരെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ശുദ്ധ സാത്വികമായിട്ടുള്ള ഭാവത്തിലായിരിക്കണം ദാനം ചെയ്യേണ്ടത്. അതായത് ഈ പ്രകൃതി ഗുണങ്ങളിൽ നിന്നും എന്താണ്, അതിൽ നിന്നും അതീതമായിട്ടുള്ള ഒരു ദാനം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയൂ. പ്രതിഫലേച്ഛ കൂടാതെ പ്രതിഫലേച്ഛ കൂടാതെ എന്ന് പറഞ്ഞാൽ അതും സാത്വികമായിട്ടുള്ള രീതിയിൽ വന്നു. അതല്ലാതെ ഏതൊരു ഘടകങ്ങൾ കൂട്ടിച്ചേർത്താലാണ് ഇത് ഈ ഒരു പ്രവൃത്തി അതീതമായിട്ട് തീരുന്നത്? ഭക്തി. പുണ്യസ്ഥലത്തിൽ വെച്ചിട്ട് ആ സൂര്യ ചന്ദ്രഗ്രഹണ മുഹൂർത്തങ്ങളിലോ മാസാന്ത്യത്തിലോ ഒരു വിശിഷ്ട ബ്രാഹ്മണനോ വൈഷ്ണവനോ ദാനം ചെയ്യണം. അതെ, ദാനം ചെയ്യുക, അത് ശരി. അത് അപ്പം മുഹൂർത്തം ശരിയായി. ഭക്തിയോടുകൂടി പറയുന്നത് ശുദ്ധ സത്വാവസ്ഥയില് എങ്ങനെയാണ് ഒരു ദാനം ചെയ്യുന്നത്? അതായത് ഈ ഗുണങ്ങളൊന്നും ബാധിക്കാതെ, അതായത് സാത്വിക ഗുണം, അതായത് രജോ ഗുണം, തമോ ഗുണം, ഇത്തരത്തിലുള്ള ഗുണങ്ങളൊന്നും ബാധിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നത്? പ്രതിഫലേച്ഛ കൂടാതെ ദാനം ചെയ്യും. അല്ല, ഇതൊന്നും അല്ല. ഭഗവാനെ ഭഗവാനെ സ്മരിച്ചും കൊണ്ടിട്ട് ദാനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും, ഈ ഘടകങ്ങളൊന്നും ബാധകമല്ല, നമുക്ക് വരുന്നില്ല, ബാധകമായിട്ട് വരുന്നില്ല. അതായത് പ്രതിഫലേച്ഛ, കർത്തവ്യബോധം, പ്രതിഫലേച്ഛ, അതുമാതിരി ദേശകാല പാത്രങ്ങൾ, ഇതൊന്നും തന്നെ ആ ദാനത്തിന് ഘടകങ്ങൾ ആകുന്നില്ല. അപ്പൊ നമ്മൾക്ക് അറിയില്ല നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി അർഹനാണോ, ആ സമയം കൃത്യമാണോ, ആ മുഹൂർത്തം ശരിയാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല ഒരു ദാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്ക് കൊടുത്താലും പ്രഭു അത് ഭഗവാന് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കൊടുക്കണം. അതെ, അപ്പോൾ അത് തന്നെ ആ കർമ്മം എല്ലാം തന്നെ ആ തത്വം പിന്തുടരണം. ശുദ്ധാവസ്ഥയിലേക്ക് എത്തുവാനുള്ള ആ തത്വം എന്താണ്? എല്ലാം തന്നെ ആ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ആ ദാനവും എങ്ങനെയായിരിക്കണം? ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചും കൊണ്ട്, ഭഗവാനെ സ്മരിച്ച് നല്ലപോലെ സ്മരിച്ചും കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ദാനം ആണെങ്കിൽ എന്തായിരിക്കും അതിന്? അത് ശുദ്ധ സത്വാവസ്ഥയിലുള്ള ദാനമാണ്. അതിൽ നിന്ന് ഒരിക്കലും പുണ്യവും വരുന്നില്ല, പാപവും വരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്കോണിലെ ക്ഷേത്രങ്ങളിലും അവിടുത്തെ മഠങ്ങളിലും എല്ലാം തന്നെ ആളുകൾക്ക് പലതരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്.
അപ്പോൾ അവർ എല്ലാ ദിവസവും ചില മഠങ്ങളിൽ എല്ലാ ദിവസവും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിലീഫ് മറ്റെന്തെങ്കിലും പ്രളയ സാധ്യത ഇങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ഫ്ലഡ് റിലീഫ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ റിലീഫായിട്ട് പലതരത്തിലുള്ള ദാനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവര് പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത് എല്ലാം തന്നെ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നു? സർവ്വ പദാർത്ഥങ്ങളും ഭഗവാന് അർപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആ പദാർത്ഥം ഭഗവത് സ്മരണയോട് കൂടിയിട്ട് അവർ കൊടുക്കുന്നു. അപ്പോൾ അതില് ദേശകാല പാത്രങ്ങളുടെ അവസ്ഥകളൊന്നും അതിൽ വരുന്നില്ല. അപ്പോൾ കൊടുക്കുന്ന വസ്തുക്കൾ എല്ലാം തന്നെ ഭഗവാനെ അർപ്പിച്ചിട്ട് ആ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ പെടും? ഏത് ഗുണത്തിൽ പെടും? ദൈവീയം. ശുദ്ധ സത്വ ഗുണത്തിൽ പെടും. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാ കർമ്മങ്ങളും എന്ന് പറഞ്ഞ പോലെ തന്നെ ദാനവും അതിൽ പെടും. അപ്പോൾ എല്ലാ കർമ്മവും എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കർമ്മവും ഈ രീതിയിൽ പെടും. ഈ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ശുദ്ധ സത്വ ഗുണം. അപ്പോൾ ഇതിൽ ഭഗവാൻ വിവരിച്ചിരുന്നത് ഈ ശുദ്ധ സത്വ ഗുണത്തെ കുറിച്ചിട്ട് അല്ല പറയുന്നത്, മറിച്ച് ഈ ത്രിഗുണങ്ങളുടെ അവസ്ഥാഭേദങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ആകണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ശുദ്ധ സത്വ അവസ്ഥ, അപ്പൊ 4ാമത്തെ അവസ്ഥയാണ് ശുദ്ധ സത്വ അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നാലാമത്തെ അതായത് ഇതിലൊന്നും പെടാത്ത അവസ്ഥ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണത്തിലും പെടാത്ത അതിനും അതീതമായിട്ടുള്ള, അതായത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളിൽ നിന്ന് ഭഗവാൻ ഇച്ഛിക്കുന്നത്. അതല്ലാതെ ഈ 3 പ്രവൃത്തിയും അതായത് ഈ 3 ഗുണങ്ങളും പ്രകൃതിക്ക് താഴെയാണ്. മനസ്സിലായോ? പ്രകൃതിക്ക് അനുബന്ധമായിട്ടാണ്, ആ പ്രകൃതിയുടെ ഗുണങ്ങളാണ് എന്ത്? സത്വഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അതീതമായിട്ട് ശുദ്ധ സത്വ ഗുണത്തില് ഉള്ള പ്രവർത്തനമാണ് എന്ത്? കൃഷ്ണാബോധത്തോടു കൂടിയിട്ടുള്ള ഭഗവത് സേവനം. ഈ 3 ഗുണങ്ങളിലും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ പറയുന്നത്? ഓക്കെ പ്രഭു. അപ്പോൾ ഈ ഭഗവാൻ ഇപ്പൊ പറയുന്നതെല്ലാം തന്നെ ഈ 3 ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കൃഷ്ണാബോധത്തോടു കൂടിയിട്ടുള്ള ഭഗവത് സേവനം എന്ന് പറയുന്നത് ആ 4ാമത്തത്, അതായത് ഗുണാതീതമായിട്ടുള്ള ആ ശുദ്ധ സത്വ ഗുണം, അതിലാണ് എല്ലാ ഭക്തന്മാരും പ്രവർത്തിക്കുന്നത്. അതല്ലാതെ അവരൊരിക്കലും ഈ 3 ഗുണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. അവരുടെ പ്രവർത്തനം, അതായത് ഒരു ഭക്തന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതീന്ദ്രിയം ആണ്. ഹരേ കൃഷ്ണ. അപ്പോൾ 20 ശ്ലോകങ്ങൾ എടുത്തു, സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം 14ാമത്തെ അധ്യായത്തിന്റെ. 13 ഉണ്ട് പ്രഭു. അതെ, അത് ശരി. ഇപ്പൊ ഇന്ന് 14 നോക്കാം, നാളെ 13 നോക്കാം. ഓക്കെ പ്രഭു. പതിനാലാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ ബുക്ക് ഉണ്ടെങ്കിൽ എടുക്കാം. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ ജീവാത്മാക്കളുടെയും ആദ്യ പിതാവെന്ന് വ്യക്തമാക്കുന്ന ശ്ലോകം ഏതാണ്? 4 സർവയോനിഷു അറിയുന്നവരൊന്ന് ചൊല്ലൂ. താസാം ബ്രഹ്മ മഹദ്യോ നിരഹം അഹം ബീജ പ്രദപിത. അതാണ് ശ്ലോകത്തിന്റെ ഏത് ശ്ലോകാണെന്ന് പറയൂ. 4ാമത്തെ ശ്ലോകം. 4ാമത്തെ ശ്ലോകം. ആകെ എത്ര തരം ജീവാത്മാക്കൾ ഉണ്ട്? 54 ലക്ഷം.
ശരി. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഏതെല്ലാം? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. സത്വഗുണത്തിന്റെ ബലം എങ്ങനെയാണ്? സുഖത്താലും പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും ബദ്ധരാക്കപ്പെടും. സുഖത്താലും മോചിപ്പിക്കപ്പെടുന്നു. സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. സുഖത്താലും ജ്ഞാനത്താലും ബന്ധിക്കപ്പെടുന്നു. അതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. അപ്പൊ സത്വഗുണം ചെയ്യുന്നവർക്ക് എപ്പോഴും സുഖം കൂടിയിരിക്കും. അത്തരം പൂർവ്വ സഞ്ചിതമായിട്ടുള്ള അവസ്ഥ സത്വഗുണം ചെയ്തവർ ആണ് ഇത്തരത്തിലുള്ള എന്താണ് സുഖാധിക്യം കൂടിയിരിക്കും. ശ്ലോകം 14-26 അതിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? 26-ാമത്തെ ശ്ലോകം. ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത്സംഗത്തിലേർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതികതയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്തും. താമസ സ്വഭാവികളുടെ ലക്ഷണം എന്താണ്? തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമോദം, വ്യാമോഹം, ഉന്മാദം, ഇതെല്ലാം താമസ സ്വഭാവികളുടെ ലക്ഷണമാണ്. രാജസ സ്വഭാവികളുടെ ലക്ഷണം എന്താണ്? ആസക്തി, ആഗ്രഹം, ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. കഠിനമായ പ്രയത്നം, ശരി. ബ്രഹ്മാവ് വാഴുന്ന ഗ്രഹം ഏതാണ്? സത്യലോകം. സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ഇതാണ് ബ്രഹ്മാവ് വാഴുന്ന ഗ്രഹം. അത് എല്ലാ തരത്തിലുള്ള ഭൗതിക ലോകത്തിനും, അതായത് അനിശ്ചിതമായിട്ടുള്ള, അതായത് നാശം സംഭവിക്കുന്ന ലോകങ്ങളിൽ വച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ആ ബ്രഹ്മലോകം. 14-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് എന്താണ്? ഏതൊന്നിനെ അറിഞ്ഞത് കൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പൂർണ്ണത നേടിയിട്ടുള്ളത്, ആ സർവോത്കൃഷ്ടമായ പരമജ്ഞാനത്തെ പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. സർവോത്കൃഷ്ടമായിട്ടുള്ള ആ ജ്ഞാനത്തിനെ കുറിച്ചിട്ടാണ് ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണോ ഋഷികൾ പരിപൂർണത നേടിയിട്ടുള്ളത്, ആ സർവോത്കൃഷ്ടമായിട്ടുള്ള ആ പരമജ്ഞാനത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ അധ്യായത്തില് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇതില് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല പ്രഭു. ഇല്ല. ഈ പ്രഭുജി, സാത്വികർ ദേവന്മാരെ ആരാധിക്കും, തമോ ഗുണികൾ ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കും, രജോ ഗുണികൾ ആരെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് വിട്ടുപോയി. രജോ ഗുണികളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട്, അതായത് ഉപദേവന്മാരെ, അതായത് ഗന്ധർവ, കിന്നര ആദി ആളുകളെയും മനുഷ്യന്മാരെ തന്നെയോ അതായത് അവനവന്റെ നമ്മളുടെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഉന്നതരായിട്ടുള്ള രാജാവ്, ഭരണാധിപന്മാർ ഇവരെ പോലുള്ളവരെയോ അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ് രജോ ഗുണികൾ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത് ആരാധന എന്നുള്ളത് അർത്ഥമില്ല. അതായത് ഉന്നതരായിട്ടുള്ള മനുഷ്യന്മാരെയും കൂടിയിട്ട് അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കരുവാക്കുന്നു. അത്തരത്തിലുള്ള രീതിയും രജോ ഗുണികൾക്കാണ് വരുന്നത്. അവരുടേതായിട്ടുള്ള സുഖം ഭോഗം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരാധനയും രീതിയും എല്ലാം ഭഗവത് പ്രീതിക്ക് അല്ലാതെ ഉള്ള പ്രവർത്തനങ്ങളാണ് അവര് നടത്തുന്നത്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. പറയൂ. ഞായറാഴ്ച ഏകാദശി പാരായണത്തിന് പേര് അധ്യായം
അവരൊന്ന് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ. ആ ശരി. അത് പറഞ്ഞോളൂ. അത് മാതാജി പറഞ്ഞോളൂ. അത് ഏത് സമയമാണെന്നുള്ളതെല്ലാം പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ 5 മണിക്ക് തുടങ്ങും. അപ്പൊ അത് ഏതൊക്കെ അധ്യായങ്ങൾ വായിക്കാൻ പറ്റുന്നവരൊന്ന് പേര് പറഞ്ഞ് ലിസ്റ്റ് ഇടാനായിട്ടായിരുന്നു. മാതാജി, ഹരേ കൃഷ്ണ ഞാൻ മാതാജി. ഞാൻ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വായിക്കാം. ഇട്ടാ ഹരേ മതിയല്ലോ, നമ്മുടെ പേരിട്ടാ മതിയല്ലോ. ഹരേ കൃഷ്ണ മാതാജി. പറഞ്ഞോളൂ കോമളൻ കോമളൻ ആ കേട്ടു പ്രഭു. ആ മാതാജി, എനിക്ക് അന്ന് കേറാൻ പറ്റത്തില്ല കേട്ടാ മാതാജി. ഓക്കെ, മാതാജിക്ക് പറ്റുമെങ്കിൽ ഞാൻ വായിക്കാൻ പറ്റത്തില്ല, ഞാൻ കേട്ടോളാം. എനിക്ക് അന്നൊരു രാവിലെ ഒരു വർക്കുണ്ട് മാതാജി. 8 മണിക്ക് മുമ്പ് കൊടുക്കണം. ഒരു പ്രസാദം കൊടുക്കേണ്ട ഒരു ഇതുണ്ട് മാതാജി. ഞാൻ കേട്ടോളാം, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അല്ല 2 മണിക്കുള്ള പാരായണത്തിൽ കയറിയാലും മതി. 2 മണിക്ക് പൂവിട്ടാൻ പോവും. ഓക്കെ. ഇനി മാതാജി ഏതധ്യാ പറഞ്ഞു? ഹരേ കൃഷ്ണ. കട്ടായി പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വിശദമായിട്ട് എല്ലാരോടും വിളിച്ച് ചോദിച്ചിട്ട് അവരുടെ ലിസ്റ്റ് ഇട്ടാലും മതിയാവും. നിങ്ങൾ ഏതൊക്കെ ശ്ലോകം വായിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ലിസ്റ്റ് ഇടാം. ഹരേ കൃഷ്ണ മാതാജി, പേരിട്ടാ മതി. ഏതാന്ന് വെച്ചാ ചൊല്ലിക്കോളാം. ജയശ്രീ മാതാജി ഏത് ചൊല്ലുമെന്ന് മതി, കേൾക്കാൻ പറ്റും. അധ്യായം 12 ചൊല്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഞാൻ ഇട്ടാ മതിയല്ലേ, ചൊല്ലുമ്പോ. അതെ. ഏതാന്ന് പറഞ്ഞാ മതി, അത് നോക്കാം. ലിസ്റ്റ് ഇട്ടോളാം, ഗ്രൂപ്പിൽ ഇട്ടോളാം. അതാ നല്ലത്. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പ്രഭുജി, ഇന്നലെ ക്ലാസ് ഇടയ്ക്ക് വെച്ച് എനിക്ക് കട്ടായി പോയത് കൊണ്ടാ ക്ലാസ് തീർന്നോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന്. പിന്നെ ഞാൻ വേറെ ക്ലാസ്സിന്റെ ലിങ്ക് വീഡിയോ എടുത്ത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ആരൊക്കെയോ ചോദിച്ചത് കൊണ്ട്. അത് ശരി. അത് ഈ കഴിഞ്ഞ ഇന്നലത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് സ്ക്രീൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അടുത്തുനിന്ന് അതിന്റെ ലിങ്ക് കട്ടായി പോയി. അപ്പൊ പിന്നീട് ഞാൻ